ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ഇപ്പോൾ നിങ്ങൾ എഴുതിയ ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ ആണ്. ഇപ്പോൾ കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാമിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ആണ്. പാസേജ് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡിഡ് ആശ ലവ് ടു ഡു ആസ് എ ചൈൽഡ്? ആൻസർ ടു ലുക്ക് അറ്റ് ദ സ്റ്റാർസ്. ഓപ്ഷൻ സി ആണ്, ടു ലുക്ക് അറ്റ് ദ സ്റ്റാർസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആശ മെയ്ഡ് ഡാഷ് ഫോർ ദ സയൻസ് ഫെയർ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ സോളാർ പവർഡ് ഡ്രോൺ. ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അതാ ആശ ലൗഡ് ലുക്കിംഗ് അറ്റ് ദ സ്റ്റാർസ് ആണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഈ സോളാർ പവർഡ് ഡ്രോൺ അല്ലേ, അത് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതാ കണ്ടോ, സോളാർ പവർഡ് ഡ്രോൺ. നെക്സ്റ്റ് വരുന്നത് ഹൗ ഡിഡ് ഹെർ പാരൻസ് ഹെൽപ്പ് ഹെർ? എങ്ങനെയാണ് അവളുടെ പാരൻസ് അവളെ ഹെൽപ്പ് ചെയ്തത്? ഓപ്ഷൻ ബി ദേ ഗേവ് ഹെർ ബുക്സ് അബൌട്ട് പ്ലാനറ്റ്സ്, റോക്കറ്റ്സ് ആൻഡ് ഫേമസ് സയൻറ്റിസ്റ്റ്. 4 റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ആണ്. 1ഉം 2ഉം. ആശ ലൗഡ് ലുക്കിംഗ് അറ്റ് ദ സ്റ്റാർസ് ആസ് എ ചൈൽഡ്. 2 ഷീ സ്പെൻഡ് മെനി നൈറ്റ്സ് വാച്ചിങ് ദ സ്കൈ ആൻഡ് റീഡിംഗ് ദ ബുക്സ് അബൌട്ട് സ്പേസ്. അപ്പോൾ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആണ് 4. ഓപ്ഷൻ എ 1 and 2 ആർ കറക്റ്റ്. രണ്ടും കറക്റ്റ് ആണ്. 5 ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് സർപ്രൈസ്ഡ് ഫ്രം ദ പാസേജ്. സർപ്രൈസ്ഡ് എന്ന മീനിങ് വരുന്നത് ഈ പാസേജിൽ നിന്ന് കണ്ടെത്തണം. ആൻസർ അമേസ്ഡ് ആണ് കേട്ടോ. അടുത്തത് 2A ആണ്. Conversation. In the story Crowboy, Chibi got a chance to perform at the talent show. He mimicked the sound of crows wonderfully. Everyone was very happy. They congratulated him. He told his mother about this. Write a conversation between Chibi and his mother. Write a minimum of 5 exchanges. അപ്പോൾ നമുക്ക് നോക്കാട്ടോ. കോൺവെർസേഷൻ ആണ് പറയുന്നത്. ചിബി, മദർ, ഐ പെർഫോംഡ് അറ്റ് ദ ടാലൻറ്റ് ഷോ. മദർ, ഓ റിയലി. ഇപ്പോൾ മദർ തന്നെ വേണമെന്നില്ല, മമ്മാന്നോ മാന്നോ എന്ത് വേണേലും പറയാം കേട്ടോ. ഓ റിയലി. വാട്ട് ഡു യു ഡു ഡിയർ? Chibi, I mimicked the sound of crows and everyone was very happy. Mother, that's wonderful. I am so proud of you. Chibi, they even congratulated me. അടുത്തത് 2B ആണ്. ടെലിഫോണിക് കോൺവെർസേഷൻ. ആരാധ്യാസ് ഫാമിലി ഡിസൈഡഡ് ടു ഗോ ഫോർ എ ട്രിപ്പ് ടു മൂന്നാർ. ഇറ്റ് വാസ് എ ട്രിപ്പ് ഫോർ 3 days. ഹർ മദർ കോൾഡ് ഹർ ടീച്ചർ ടു ഇൻഫോം അബൌട്ട് ദ ട്രിപ്പ്. ഷീ റിക്വസ്റ്റഡ് ദ ടീച്ചർ ടു ഗിവ് ഹർ ലീവ് ഫോർ 3 days. അപ്പോൾ ആ ഒരു പെർമിഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു കോൺവെർസേഷൻ ആണ് മദറും ടീച്ചറും. മദർ, ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ആരാധ്യാസ് മദർ. ടീച്ചർ, ഗുഡ് മോർണിംഗ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? മദർ, മൈ ഫാമിലി ഈസ് ഗോയിങ് ഓൺ എ 3-day ട്രിപ്പ് ടു മൂന്നാർ ആൻഡ് ഐ നീഡ് ടു റിക്വസ്റ്റ് ലീവ് ഫോർ ആരാധ്യ. ടീച്ചർ, certainly. which days will she be absent? മദർ, ഫ്രം ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ 23/2/26 ടു നമുക്ക് എന്ത് ചെയ്യാം, ഒരു 27 വരെ കൊടുക്കാം. 23 അല്ലേ, അപ്പോൾ 27 വരെ കൊടുക്കാം. 27 വേണ്ട, 26, 3 ദിവസമല്ലേ, 26, 1, 26 വരെ കേട്ടോ. ഫ്രം ടു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ടു ഡേറ്റ് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഇനി 3 എഡിറ്റിംഗ് ആണ്. റീഡ് ദ പാസേജിൻ്റെ എഡിറ്റിട്ടാണ്. യെസ്റ്റർഡേ ആയിഷ ഗോ എന്തായി മാറി, വെൻറ്റ് കേട്ടോ. വെൻറ്റ് ടു ദ മാർക്കറ്റ് വിത്ത് ഹർ മദർ. ദേ ബോട്ട് വെജിറ്റബിൾസിൻ്റെ സ്പെല്ലിംഗ് ശരിയാക്കി എഴുതുക. അതായത് ഇതുപോലെ എഴുതുക. ആൻഡ് ഫ്രൂട്ട്സ് ഫ്രം എ ഷോപ്പ്. ദെൻ ഷീൽ എസ് ക്യാപിറ്റൽ ലെറ്റർ ആക്കിയാൽ മതി കേട്ടോ. എസ് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഷീ ഓൾസോ പർച്ചേസ്ഡ് എ ന്യൂ ഫ്രോക്ക് ഫോർ ഹർ ബർത്ത്ഡേ. ദ ഷോപ്പ് കീപ്പർ വാസ് വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ഓഫ് അല്ല, ഇവിടെ ടു ആണ് കേട്ടോ. ടു ദം. ആഫ്റ്റർ ഹോം റിട്ടേണിംഗ് അല്ല, റിട്ടേണിംഗ് ഹോം ആണ്. ഇതാണ് ആൻസർ കേട്ടോ. ഞാൻ ഈ പെന്ന് വെച്ച് എഴുതിയിരിക്കുന്ന ആൻസർ ആണ്. റിട്ടേണിംഗ് ഹോം ആയിഷ സ്റ്റാർട്ടഡ് ഡൂയിങ് ഹർ ഹോം വർക്ക്. ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ താഴെ നോക്കിക്കോളൂ. എ എന്ന് മാർക്ക് ചെയ്ത അവിടെ വെൻറ്റ്, ബി വെജിറ്റബിൾസ്, സി ഷീ ആക്കുക, എസ് ക്യാപിറ്റൽ ആക്കുക കേട്ടോ. ഡി 2 ആണ് ഈ റിട്ടേണിംഗ് ഹോം. ഇനി 4 ഇൻവിറ്റേഷൻ കാർഡാണ്. 4A യു ആർ പ്ലാനിങ് ടു സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ നെക്സ്റ്റ് വീക്ക്. യു വിഷ് ടു ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ് ടു ദി ബർത്ത്ഡേ പാർട്ടി. പ്രിപ്പയർ എൻ ഇൻവിറ്റേഷൻ കാർഡ്. ദ ഫോളോയിങ് ഹിൻസ് വിൽ ഹെൽപ്പ് യു. ഹിൻസ്, ഡേറ്റ്, ടൈം, വെന്യൂ ആൻഡ് പ്രോഗ്രാം ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് അടുത്ത ആഴ്ച. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻവിറ്റേഷൻ കാർഡ് തയ്യാറാക്കണം. ഇനി
4A പോലെ തന്നെയാണ് 4Bയും തന്നിരിക്കുന്നത്. ഇൻ ദ സ്റ്റോറി 6 dots, ലൂയിസ് ഫൗണ്ട് ഔട്ട് എ ന്യൂ കോഡ് ഫോർ ഹെൽപ്പിംഗ് ബ്ലൈൻഡ് പീപ്പിൾ റീഡ് ആൻഡ് റൈറ്റ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ഫോർ ദ ബ്ലൈൻഡ് പീപ്പിൾ. ദ ഹെഡ് മാസ്റ്റർ ഈസ് അറേഞ്ചിങ് എ പ്രോഗ്രാം ടു കൺഗ്രാജുലേറ്റ് ലൂയിസ്. പ്രിപ്പയർ എൻ ഇൻവിറ്റേഷൻ കാർഡ് ടു ഇൻവൈറ്റ് ഓൾ പാരൻസ് ടു ദി പ്രോഗ്രാം. അപ്പോൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇൻവിറ്റേഷൻ കാർഡും ഉണ്ടാക്കണം. അപ്പോൾ 4Aയും 4Bയുമാണ്. 4A ആണ് കേട്ടോ. You are invited to Rajat's birthday bash. Join for a fun-filled evening to celebrate Rajat turning another year older. അപ്പോൾ ഇവിടെ ഈ രജത്തിന് പകരം നമുക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യണത് കൊണ്ട് തന്നെ മൈ എന്നാക്കാം കേട്ടോ. നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. മൈ അനദർ ഇയർ അല്ല, ഇവിടെ ജോയിൻ ഫോർ എ ഫൺ-ഫിൽഡ് ഈവനിങ് ടു സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ ഈവെന്നോ മൈ ബർത്ത്ഡേ ഫംഗ്ഷനോ ആക്കാം കേട്ടോ നിങ്ങൾക്കിതിനെ. ഇവിടെ ഞാൻ രജത്തിന് കൊടുക്കും. രജത് ടേണിങ് അനദർ ഇയർ ഓൾഡർ. ഡേറ്റ് സാറ്റർഡേ January 10, 2026. ടൈം 6 PM ഓൺവേർഡ്സ്. വെന്യൂ 123 പാർട്ടി ലെയിൻ, സിറ്റി വില്ലി. പ്രോഗ്രാം ഡീറ്റെയിൽസ് കേക്ക് കട്ടിംഗ്, മ്യൂസിക്, ഡിന്നർ ആൻഡ് ഗെയിംസ്. ഇവിടെ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് രജത്തിൻ്റെ ഒരു വയസ്സ് അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞിട്ടാണ്. നമുക്കിത് നമ്മുടെ ആയിട്ട് കൊടുക്കാം. അതെങ്ങനെയാണ്? അപ്പോൾ ജോയിൻ ഫോർ എ ഫൺ ഫിൽഡ് ഈവനിങ് ടു സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ പാർട്ടി എന്ന് മാറ്റിയാൽ മതി കേട്ടോ. ഞാൻ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടേതായിട്ട് നിങ്ങളിത് എഴുതണമെങ്കിൽ ജോയിൻ ഫോർ എ ഫൺ ഫിൽഡ് ഈവനിങ് ടു സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ പാർട്ടി. ഓക്കെ, അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് 4Bയുടെ ആൻസർ ആണ്. നമ്മൾ ഇൻവിറ്റേഷൻ ആണ്. GVS സ്കൂൾ പാലക്കാട് ഇൻവിറ്റേഷൻ. ഡിയർ പാരൻസ്, വി ആർ ഡിലൈറ്റഡ് ടു ഇൻഫോം യു അബൌട്ട് ദ റിമാർക്കബിൾ അച്ചീവ്മെന്റ് ഓഫ് വൺ ഓഫ് അവർ സ്റ്റുഡൻസ്, ലൂയിസ് ബ്രെയ്ലി. ലൂയിസ് ഹാസ് ഇൻവെന്റഡ് എ റെവല്യൂഷണറി ന്യൂ കോഡ് ഫോർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ദാറ്റ് വിൽ ഗ്രേറ്റ്ലി ബെനിഫിറ്റ് വിഷ്വലി ഇംപയർഡ് ഇൻഡിവിജ്വൽസ്. To celebrate this momentous occasion and congratulate Louis on his ingenuity, the headmaster and staff are organizing a special program. You are cordially invited to attend the event and share in our joy. Date 10/1/2026. Time 10 AM. Venue school auditorium. We look forward to your presence. Sincerely, the headmaster, staff and students. അപ്പം 4A 4B കഴിഞ്ഞു. ഇനി വരുന്നത് 5 ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ്. മീറ്റിയോർ ദ മൗസ്ട്രോനോട്ട് ട്രാവൽ ടു സ്പേസ് ഇൻ എ സ്പേസ് ഷട്ടിൽ. ഹി സോ ഹിസ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഇൻ ഹിസ് ജേർണി ടു സ്പേസ്. ദ പിക്ചർ ഓഫ് ദ വില്ലേജ് ഈസ് ഗിവൺ ബിലോ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് വാട്ട് യു സീ ആൻഡ് വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. അടുത്തതൊരു ഡയറിയാണ്. Hope you remember Moina, the girl in the story, YY girl. She joined the Samidhi school as a teacher. She was very happy and excited to become a teacher. She wrote a diary on that day. Write the diary entry of Moina. അപ്പോൾ 5 ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്, 6 ഒരു ഡയറി എൻട്രി ആണ്. 5. The village is a picturesque rural landscape with a river and mountains. The image displays a vibrant village scene set against a backdrop of rolling hills and mountains. Numerous tall palm trees line the riverbank where traditional houses are visible. People are engaged in various activities. Some are working in the fields while others are walking along the path or traveling in a small boat on the river. The overall atmosphere is one of a serene, simple and industrious rural life, evoking a feeling of peace and community. The natural beauty and the active community suggest a harmonious existence. 6 നമ്മുടെ മൊയിനയുടെ ഡയറിയാണ്. അപ്പോൾ നമ്മളൊരു ഡയറിയിൽ ഒരു ഡേറ്റും ഡേയും നമുക്ക് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ. Today was a day that will forever be etched in my memory. I started my new job as a teacher at the Samidhi school and I am filled with an overwhelming sense of joy and excitement. Journey from being the YY girl who always sought answers to becoming the one who provides them has been incredible. The students are so eager to learn and I can't wait to help them grow and discover the world around them. This is where I belong and I am ready for this new fulfilling chapter in my life. Moina. അപ്പോൾ 6 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഈ എക്സാമിന് ഉണ്ടായിരുന്നത്. 6 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.